ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എൻ്റെ ഇമ്പൾസിൻ്റെ റിവ്യൂ ആണ്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെയും എൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ഞങ്ങളെടുത്തൊരു വണ്ടിയാണ് ഇമ്പൾസ്. അപ്പോൾ ഒരു 3 വർഷത്തെ കാത്തിരിപ്പായിട്ട് എടുത്തൊരു വണ്ടിയാണ് ഇമ്പൾസ്. ഞങ്ങളുടെ കോളേജ് ലൈഫിൽ എല്ലാവർക്കും എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും, അതുപോലെ ഞങ്ങൾക്ക് എടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ഇമ്പൾസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചിലപ്പോൾ ലെങ്തി വീഡിയോ ആയിരിക്കാം. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് എന്ന് പറയുമ്പോൾ. ബാക്കിയുള്ള എല്ലാം ഞാൻ പോർട്രേറ്റ് കാണിച്ചാൽ ഇത് ലാൻഡ്സ്കേപ്പിലാണ് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും എന്താ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും അറിയില്ല. പിന്നെ ഇത്രയും നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം. അപ്പോൾ ഒരു എൻ്റെ റിവ്യൂവും കൂടി ആവും. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് 4ാമത്തെ കൊല്ലം ഫൈനൽ ഇയർ ആയപ്പോൾ ഞങ്ങൾ ഇതിനെ തന്നെ സെറ്റാക്കി. എന്തോ ഒരു ഭയത്തിന് എന്താ പറയുക, നമുക്കൊരു ആഗ്രഹം ഉണ്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ നമ്മളൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ട് വെച്ചാൽ നമുക്ക് ആ വണ്ടി കിട്ടും. എനിക്ക് പറയുള്ളൂ. പിന്നെ കുറച്ച് നാളായി ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ 1 മാസം 1.5-2 മാസമായി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടിയാണിത്. വണ്ടി അത്യാവശ്യം നല്ലൊരു 45+ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സസ്പെൻഷൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്, അടിപൊളി സസ്പെൻഷൻ. പിന്നെ ഇതാ അളിയൻ്റെ സ്ഥലമാണ് ഇത്. അത് കണ്ടോ, പുള്ളിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പുള്ളി കൂളായിട്ട് കയറി 1-2 ചാട്ടൊക്കെ ചാടി പോകോളും. അതാണ് പുള്ളിയെ പറ്റി പറയാന്ന് വെച്ചാൽ, പുള്ളിക്ക് ഒരു മടിയില്ല. സാർ എടുത്ത വഴിക്ക് സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ, ഇവൻ എല്ലാ കാട്ടിയും കൂടിയും കയറും, നിങ്ങൾ സൂക്ഷിക്കണം. അവൻ കാട്ടുകൾ കയറിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെ കൊണ്ടേ നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ടാവുന്ന പറഞ്ഞു. അങ്ങനെയായിരുന്നു. അപ്പോൾ സാർ അതുപോലത്തെ ഒരു മനുഷ്യനാണ്. സാർക്ക് ഈ വണ്ടി പ്രാന്ത് കുറച്ച് കൂടുതലുള്ള സാറിൻ്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി എടുത്തത്. അപ്പോൾ ആളുടെ ഇതുപോലെ ട്രയംഫ്, ഹാർലി, ആൾക്ക് വണ്ടി വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. അത് കാരണം ഞങ്ങൾക്ക് വണ്ടി തന്നതാണ് സത്യം പറഞ്ഞത്. അല്ലാണ്ട് ആൾക്ക് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. ഞങ്ങളാൾ പോണ വഴിക്ക് ഞങ്ങളാളെ നോക്കിയിരിക്കണ്ടായിരുന്നു. സാറേ, നമ്മളിങ്ങനെ ഒരു വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഒലിപ്പിച്ചിരിക്കില്ലേ, അതുപോലെ അങ്ങനെ ആൾ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ വണ്ടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണം. അതാണ് ഈ വണ്ടി. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് ചോദിച്ചാൽ, വണ്ടി ഒരു കിണ്ണ സാധനമാണ്. ഒരു ഓഫ് റോഡ്, ഒരു മൾട്ടി ടാസ്കിങ് വണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ആകെ ഒരു 150 cc ഉള്ള കുഞ്ഞനൊരു എഞ്ചിനും കൂടിയാണ് ഇതിന്. പക്ഷേ അങ്ങനെ കണ്ട ഒരിക്കലും നമ്മൾ ഈ ഓഫ് റോഡ് കുന്നും മലയും കയറി കണ്ട അങ്ങനെ ഒന്നും പറയില്ല. വണ്ടി ഒരു സംഭവമാണ്. അതുപോലെ അത്യാവശ്യം വണ്ടി ലെങ്ത്തും കൂടി ഉണ്ട്. അത്യാവശ്യം വണ്ടി നല്ല സീറ്റ് ഹൈറ്റും ഉണ്ട്. എന്തായാലും എനിക്കെന്തായാലും കറക്റ്റാണ്. ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഹൈറ്റ്, പെടിക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാറിന് വണ്ടി മേടിച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മീറ്റർ ഉണ്ടായിരുന്നില്ല, പുതിയൊരു മീറ്ററാണിത്. അപ്പോൾ മീറ്റർ കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ഇത് വർക്കിംഗ് അല്ല. ഏത് നമ്മുടെ സ്പീഡോ മീറ്റർ ഈ 0 ആണെങ്കിൽ ആകെ കൂടി ഇത്ര നേരമായിട്ട് ഓടിയത് വണ്ടി 1 കിലോമീറ്ററാണ് 2 മാസം മേടിച്ചിട്ട്. കാരണം ഇതിൻ്റെ പിനിയൻ സെറ്റ് പോയി എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സർവീസിന് കൊടുക്കണം. പിന്നെ ബ്രേക്ക് പാഡ് മാറ്റി, ബ്രേക്ക് പാഡ് ഇപ്പോൾ പുതിയത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെയിൻ സ്പോക്കറ്റ് അതുപോലെ മാറ്റി. ചെയിൻ സ്പോക്കറ്റും വണ്ടി ഒന്ന് സർവീസ് ചെയ്തെടുത്തപ്പോൾ ഇതാക്കി. പിന്നെ ഇതിൻ്റെ പാർട്സ് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എനിക്കറിയില്ല എന്താ അവസ്ഥയൊക്കെ പാർട്സ് കിട്ടും. പിന്നെ അതുപോലെ കുറേ ഓൺലൈൻ ഷോപ്പിലുണ്ട് ഇതിൻ്റെ പാർട്സ് ആയിട്ട്. രാജു ഓട്ടോമൊബൈൽസ് വണ്ടി ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു പേജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ കിട്ടുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് പാർട്സായിട്ട് ഒരു സീനില്ല. പാർട്സൊക്കെ എനിക്കിവിടെ അവൈലബിൾ ആണ്. അത് കാരണം ആ ഒരു ഇഷ്യൂ ഇല്ല. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇനി ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റിങ് ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള റിവ്യൂ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ഇത് എന്താ കൂടുതൽ അഡീഷണൽ ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പഠിച്ച് എനിക്കിതിൻ്റെ ടോർക്ക് എങ്ങനെയാണ്, എത്ര RPM, അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സൈഡ് ഞാൻ പറയാത്തത്. എനിക്കാകെ കൂടിയിട്ട് പറയാൻ അറിയണത് ഇതിൻ്റെ സസ്പെൻഷൻ പൊളിയാണ്, ഷോക്കപ്സ് അത് കിണ്ണാണ്. അതുപോലെ തന്നെ കാരണം ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കൂളായിട്ടാണ് പുള്ളി കയറി വരുന്നത്. ഇതൊന്നുമില്ല, തൈര് സംഭവല്ലേ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പുള്ളി കൂളായിട്ട് പോകും. ഓക്കെ, പിന്നെ 1 സെക്കൻഡ് ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറം ഒരു ഫുള്ളൊരു ഇതാണ് കണ്ടോ, നമുക്ക് വെള്ളത്തിൻ്റെ അവിടേക്ക് ഇറക്കാൻ പറ്റും. അത്രയും സെറ്റപ്പ് സ്ഥലമാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെയൊക്കെ കൂളായിട്ട് ഇറങ്ങി വന്ന ഒരാളാണ്. എവിടെ വേണമെങ്കിലും പുള്ളി പോവും. അതുകൊണ്ട് വണ്ടിയുടെ കാര്യത്തിൽ ആ ഒരു ടെൻഷൻ ഇല്ല. പോയി കഴിഞ്ഞാൽ നമ്മളാണ് തിരിച്ചു വരാത്തത്. ചെളിയിൽ പൂന്തി ആകെ ഇതായിട്ട് വരും, അതാണ് പ്രശ്നം. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ ഇവനെ ഞാൻ എന്തായാലും റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ
വണ്ടിയുടെ ബാക്കി ഇനിയിപ്പോൾ വണ്ടീനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട്, ഞാൻ ഗുജറാത്തിൽ ഇതുപോലെ കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ASD കണ്ടിട്ടുണ്ട്, രാജ്ദൂത് കണ്ട്, ഇതൊക്കെ വെറുതെ എടുക്കുകയാണ്. ഞാൻ അങ്ങനത്തെ ഇനിയിപ്പോൾ വല്ല വണ്ടീസ് കണ്ടാൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിടാം. അപ്പോൾ ആൾക്കാരൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ സെയിലുള്ള വണ്ടികളാണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച് വയ്ക്കുക. അപ്പോൾ വണ്ടി ഇങ്ങനെ വെറുതെ എടുക്കുമ്പോൾ വിഷമാവണം ഓരോ വണ്ടികളും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക വെച്ചാൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണിത്, പക്ഷേ ഇത് ലെങ്തി ആവുമെന്ന് എനിക്കും അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ.